ഹലോ ഗ്രേ മീഡിയസിലേക്ക് സ്വാഗതം. ബബബ ബോക്സ് ഓഫീസിൽ അടിച്ചു തൂക്ക് തുടരുകയാണ്. അതെ, ഈ ഒരു ചൊവ്വാഴ്ചയും സിനിമയ്ക്ക് കളക്ഷൻ ഗംഭീരമായി തന്നെ തുടക്കം നമുക്ക് കാണാൻ കഴിയുന്നു. ഇന്നലെ 30,000-ഓളം ടിക്കറ്റുകളാണ് 24 മണിക്കൂറിൽ വിറ്റുപോയിരിക്കുന്നത്. ഒഫീഷ്യലായി കളക്ഷൻ റിപ്പോർട്ടുകൾ പുറത്തു വന്നപ്പോൾ 41 കോടി 30 ലക്ഷം രൂപ എന്നുള്ളത് ട്രാക്ടർ കളക്ഷൻസിൽ 34 കോടിയോളമാണ് വന്നിരിക്കുന്നത് റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കുന്നത്. എന്താണെങ്കിലും ഒഫീഷ്യൽ കളക്ഷൻ തന്നെയാണ് നമ്മൾ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ 41 കോടിക്ക് മുകളിലേക്ക് ഉള്ള തൂക്കിയടി തുടരുകയാണ്. ഈ ഒരു ചൊവ്വാഴ്ചയും സിനിമയ്ക്ക് മികച്ച രീതിയിലുള്ള ബുക്കിംഗ് വന്നുകൊണ്ടിരിക്കുന്നു. 1278ഓളം ഷോകൾ ഇപ്പോഴുമുണ്ട്. സിനിമയ്ക്ക് 23,200 മുകളിലുള്ള ടിക്കറ്റുകൾ മോർണിംഗ് 10 മണിക്ക് മുമ്പ് വിറ്റുപോയിരിക്കുന്നു. 6.5% ഒക്യുപ്പൻസിയിൽ സിനിമ 37 ലക്ഷം രൂപയോളമാണ് ഇതുവരെ നേടിയിരിക്കുന്നത്. ഇന്ന് സിനിമ 1 കോടിക്ക് മുകളിലേക്ക് പോകുമെന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. കാരണം മോർണിംഗിൽ നല്ല ലെവലിലുള്ള ആ ഒരു കളക്ഷൻ വരുമ്പോൾ അതുതന്നെയാണ് സൂചനകളും. അവധി ദിവസങ്ങളാകുന്നു, അതുകൊണ്ട് തന്നെ തിരക്ക് കൂടുമെന്നുള്ളതിന് സംശയങ്ങളുമില്ല. ഇന്നലെ സിനിമയ്ക്ക് 97 ലക്ഷം രൂപയോളമാണ് ട്രാക്കിങ്ങിലൂടെ വന്നത്. അതായത് 1.25 കോടിയോളം സിനിമയ്ക്ക് ഇന്നലെയും കളക്ഷൻ നേടാൻ കഴിഞ്ഞു. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് 20 കോടിയും കടന്ന സിനിമ 25 കോടിയിലേക്ക് പോരുകയാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, ദിലീപ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ വന്ന ഈ ഒരു ചിത്രം വമ്പൻ വിജയമാകുമെന്നുള്ളതാണ്. 50 കോടിയോളമാണ് സിനിമയുടെ ബഡ്ജറ്റായി പുറത്ത് വരുന്ന കണക്കുകൾ. എന്താണേലും സിനിമ അതിന് മുകളിലേക്കുള്ള കളക്ഷൻ ഈ ആഴ്ച തന്നെ നേടും. പ്രത്യേകിച്ച് ക്രിസ്മസ് ദിനത്തിൽ സിനിമ 3 കോടിയെങ്കിലും നേടും, അല്ലെങ്കിൽ നേടപ്പെടണം എന്നുള്ളത് തന്നെയാണ് പല ട്രാക്കേഴ്സും പുറത്ത് പറയുന്ന, അല്ലെങ്കിൽ പുറത്ത് ഇടുന്ന ആ ഒരു കണക്കുകൾ എന്ന് തന്നെ പറയാം. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം 66,480ഓളം ടിക്കറ്റുകൾ 24 മണിക്കൂറിൽ വിറ്റുപോയെന്നുള്ള ഒഫീഷ്യൽ പോസ്റ്ററുകൾ പുറത്ത് വന്നിട്ടുണ്ട്. എന്താണേലും കൊല്ലത്തൂക്ക് തന്നെയാണ് സിനിമ കാണുന്നത്. ഇനിയും എടുത്തു പറയേണ്ട ഒരു കാര്യം, ബുക്ക് മൈ ഷോയിൽ മാത്രമല്ല സിനിമകൾ ബുക്ക് ചെയ്യുന്നത്, മറ്റുള്ള ആപ്പുകളുണ്ട്, ഡയറക്റ്റ് ഉണ്ട്. ഈ ട്രാക്കേഴ്സ് എടുക്കുന്ന മിക്കതും മറ്റുള്ള ചാനലുകളും, അല്ലെങ്കിൽ എന്താ പറയുക, ഈ പറഞ്ഞ പോലെ ടിക്കറ്റ് ബുക്കിംഗ് ആപ്പുകളുമൊക്കെ വഴി തന്നെയാണ്. അതുകൊണ്ടാണ് പലരും പല സിനിമകളുടെയും ചോദിക്കുന്ന കാര്യമുണ്ട്, ബുക്ക് മൈ ഷോയിൽ ഇത്രയല്ലേ ഉള്ളൂ, അപ്പോൾ എന്തുകൊണ്ടാണ് ബാക്കി എവിടെ നിന്നാണ് വരുന്നത്? ബാക്കി പല ടിക്കറ്റ് ബുക്കിംഗ് ആപ്പുകളുമുണ്ട്, ബുക്ക് മൈ ഷോ മാത്രമല്ല എന്നുള്ളത് എടുത്ത് പറഞ്ഞുകൊള്ളട്ടെ. എന്താണെങ്കിലും ഈ ഒരു സിനിമ റെക്കോർഡുകൾക്ക് മേതെ റെക്കോർഡിട്ട് ആടി തകർക്കുമെന്നുള്ളതിന് സംശയങ്ങളൊന്നുമില്ല. ഒരു ഫൈനലൈസ് സിനിമയുടെ പ്രതീക്ഷിക്കുന്നത് 100 കോടി തന്നെയാണ്. നിങ്ങൾ എത്ര പേര് ഈ സിനിമ കണ്ടു ഒന്ന് കമൻസിലൂടെ പറയാം. ഒപ്പം സിനിമ 100 കോടി നേടുമോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് കമൻസിലൂടെ ഒന്ന് പറയാവുന്നതാണ്. വീഡിയോസ് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യണം. മീഡിയാസ്.